ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ഇത് വന്നിട്ട് ട്രിവാൻഡ്രം ടു അങ്കമാലി ഞാൻ മുന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത പോലെ അങ്കമാലി ടു ട്രിവാൻഡ്രം ആണ് ഷൂട്ട് ചെയ്തതും. അന്നത്തെ ഒരു 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 ഹാഫ് ഡേ എന്നും പറയാൻ പറ്റില്ല. വൈകുന്നേരം ഒരു 5 മണി തൊട്ട് രാത്രി വരെയുള്ള തിരിച്ച് ട്രിവാൻഡ്രം എത്തുന്നിടം വരെയുള്ള കുറച്ച് അല്ലറ ചില്ലറ വിഷ്വൽസ് ഞാൻ ഡോക്യുമെൻറ്റ് ചെയ്തതാണ്. മുന്നത്തെ എൻ്റെ ഫുൾ ലെങ്ത് വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് ആ മുറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണിയാണ്, ഈ ഒരു ഫ്രെയിമാണ്. അത് നമ്മൾ കട്ടിലേന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ അങ്കമാലി സിറ്റി മുഴുവൻ കാണാം. നല്ല മഴയായിരുന്നു കേട്ടോ അങ്കമാലിയിൽ. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, മാറാൻ സാധ്യതയില്ല. കാറ്റും മഴയും തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു സീനെന്ന് പറയുന്നത് അടിപൊളിയാണ്. നമ്മൾ കുറച്ചേറെ നേരം നോക്കി നിന്ന് പോകും. പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം, ഞാൻ OCD പേഴ്സണാണ്. ബിക്കോസ് അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം അടുക്കി പെറുക്കി സെറ്റാക്കി വെക്കാൻ വലിയ ഇഷ്ടമാണ്. വേഷം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെ കൊടൈക്കനാലോ ഊട്ടിയിലോ വല്ലയിടത്തുമൊക്കെ ആണെന്ന്. പക്ഷേ ഇവിടെ അത്താണി നിൽക്കുന്നതിൻ്റെ വേഷമാണ് ഇത്. കാരണം അകത്തും പുറത്തും ഒക്കെ തണുപ്പാണ്. ഒരു സ്വെറ്റർ ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലാങ്കറ്റിൻ്റെ അകത്ത് കയറണം. ബ്ലാങ്കറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ചിറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇടണം. അതും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇത് വെച്ചിട്ട് വേണം ഈ സെൻട്രൽ AC ഇവിടെ കൺട്രോൾ ചെയ്യാൻ. പക്ഷേ എനിക്കൊരു പേടി. കാരണം യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് എനിക്കറിയത്തില്ല. എങ്ങാനും എൻ്റെ പ്രവർത്തനം കൊണ്ട് യന്ത്രം എങ്ങാനും അടിച്ചു പോയാലേ, റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ തട്ടിപ്പോയാലോ, എനിക്കൊരു പേടി. ആയതിനാൽ പോളിടെക്നിക്ക് പഠിക്കാത്തത് കൊണ്ടും സാമാന്യ ബുദ്ധി എനിക്ക് ഇതിൽ പ്രയോഗിക്കാൻ അത്ര ധൈര്യം ഇല്ലാത്തത് കൊണ്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഈ ഒരു വേഷം, ഈ ഒരു സ്വെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെന്നാ, അപ്പോൾ ഇന്നൊരൊറ്റ ദിവസം കൂടെ ഉള്ളൂ ഇവിടെ. നാളെ ഞാൻ ബാക്ക് ടു ട്രിവാൻഡ്രം, ബാക്ക് ടു ഡ്യൂട്ടി. എല്ലാം അടുക്കി പെറുക്കുന്ന വിഷ്വലൊക്കെ നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇവിടെ മിസ്സാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മുറിയുടെ ഈ ഒരു ബാൽക്കണി വ്യൂ ആണ്. അതെന്നെ ഒരുപാട് ആകർഷിച്ചു. രാവിലെ എണീക്കുമ്പോഴും രാത്രിയിലൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറക്കും. ഫുൾ തുറന്നാൽ ചിലപ്പം എനിക്ക് തല കറങ്ങും. കാരണം ഇച്ചിരി ഹൈറ്റ് ഉണ്ട്. എനിക്ക് ഹൈറ്റ് അത്ര പറ്റാത്തതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെ മാറി നിന്നിട്ടൊന്ന് നോക്കും. ഇപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ പുറത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്കമാലി മുഴുവൻ കാണാൻ പറ്റും, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. ബാക്കി ഇതിപ്പം എന്ത് വ്ളോഗായിട്ട് മാറുമെന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് സീ. ഞാൻ ഇരിക്കുന്ന ഇരിപ്പ് എനിക്ക് തന്നെ കണ്ടിട്ട് എന്തോ ഇരുന്ന് സമാധി ആയ പോലെ തോന്നുന്നു. പക്ഷേ ഇരുന്ന് സമാധി ആയതല്ല. രാവിലെ എണീറ്റപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? എൻ്റെ ബാൽക്കണി കൂടെ ഈ ഒരു ഫ്രെയിമായിരുന്നു. മഴ, തണുപ്പ്, ചെറിയൊരു മഞ്ഞ് പോലത്തെ ഒരു സംഭവം. അതായത് മഴക്കാർ, മേ ബി ദൂരെ നോക്കുമ്പോൾ മഴക്കാറായിരിക്കാം. പിന്നെ അങ്കമാലി സിറ്റി നനഞ്ഞ് കുളിച്ച് ഇങ്ങനെ മഴ കൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിം. നിങ്ങൾക്കിത് കാണുമ്പം തന്നെ, ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഒരു സുഖം തോന്നുന്നില്ലേ? അപ്പോൾ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇരുന്ന് കണ്ടു കുറച്ചേറെ നേരം. പിന്നെ റെഡിയായി. പിന്നെ ഇന്ന് ചെക്കൗട്ടാണ്. അതുകൊണ്ട് പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് ഡോറൊക്കെ അടച്ച്, ഞാൻ എപ്പോഴും ഏത് ഹോട്ടൽ മുറിയിൽ നിന്ന് പോയാലും ഐ വിൽ ചെക്ക് ബിഫോർ ലിവിങ് ഏതെങ്കിലും സാധനം എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന്. ബിക്കോസ് ഞാനൊരു OCD പേഴ്സണാണ്. ഞാനങ്ങനെ ക്ലംസി ആയിട്ട് സാധനങ്ങൾ ഇടാറില്ല. അതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. അപ്പോൾ ഇത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. പറയാതെ തന്നെ എല്ലാവർക്കും കാണുമ്പോൾ അറിയാമല്ലോ. ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾ എല്ലാ ദിവസവും എന്നാ പറയുന്നത്, സുന്ദരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ 2 വർഷവും ഞാൻ കൊച്ചിൻ എയർപോർട്ട് കാണുമ്പം പിന്നെയും സുന്ദരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പച്ചപ്പ്, ആ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ, എവ്രിതിങ് ഈസ് സൂപ്പർ, അടിപൊളി. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മഴയും കാറ്റും കേട്ടോ. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാത്രമാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ സാധിക്കുന്നത്. പിന്നെ തിരിച്ച് നമുക്ക് ചെക്കൗട്ട് 12 മണിയാണ്. പക്ഷേ നമ്മുടെ ട്രെയിൻ രാത്രി 10-നായതുകൊണ്ട് അത്രയും സമയം ലാഭിക്കാൻ വേണ്ടി
വി വെൻറ്റ് ഫോർ എ ഫിലിം ചിന്ന ചിന്ന ആസൈ. എൻ്റെ വൈബിന് പറ്റിയൊരു സിനിമയല്ല, പക്ഷേ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും. എനിക്കെന്തോ എൻ്റെ വൈബ് പറ്റിയില്ല. തിരിച്ചിറങ്ങിയപ്പം പൊന്നേ മഴ, കാറ്റും മഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, ഞാൻ വിചാരിച്ചു ലേറ്റ് ആകും എന്ന് വിചാരിച്ചു. പക്ഷേ ആയിട്ടില്ല. നമ്മൾ കൃത്യസമയത്തിന് മുന്നേ നമ്മൾ അങ്കമാലി എയർപോർട്ടിൽ വന്നു. ഈ ഒരു ഫ്രെയിം ഞാൻ ചില സമയത്ത് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഭാഗ്യം എനിക്കുണ്ടായി. വീണ്ടും എനിക്ക് അങ്ങനെ ഒരു ഫ്രെയിം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പായിക്കോട്ടെ വിട്ടിരിക്കുവാണെന്നുണ്ടെങ്കിലും ഞാൻ ട്രെയിനിൽ കയറി അങ്ങനെ വലിയ ഉറക്കമൊന്നും ഉറങ്ങത്തില്ല. എനിക്ക് അങ്ങനെ ഉറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ തിരിച്ച് പേട്ടയിലെത്തി. ഐ മീൻ ഈ വ്ളോഗ് എൻഡ് ചെയ്യാറായി. ബൈ.